ഈ ഗസയിലെ അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള പട്ടാളക്കാരെ അവർ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോസിന് ഇൻസ്റ്റാഗ്രാമിലല്ലാതെയായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളെ കൊന്നതിനെക്കുറിച്ച് പറഞ്ഞ് അർമാദിക്കുന്ന, കെട്ടിടങ്ങൾ തകർത്ത് ഡാൻസ് ചെയ്യുന്ന, അതിക്രമിച്ച് കയറിയ വീട്ടിലെ സ്ത്രീകളുടെ അവരുടെ ബ്രാ എടുത്തിട്ട് ഈ പട്ടാളക്കാർ ധരിച്ചിട്ട് ഡാൻസ് ചെയ്ത് റീൽസ് ഉണ്ടാക്കിയ, കുഞ്ഞുങ്ങളുടെ സോക്സ് എടുത്ത് മണത്ത, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം എടുത്തിട്ട് അതിങ്ങനെ കാണിച്ച, ഇങ്ങനെ ഈ എന്താണ് രക്തത്തോടുള്ള ആക്രാന്തം സ്വയം വെളിപ്പെടുത്തിയ സൈനികർ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ സൈനികരുടെയും, മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, ആയിരക്കണക്കിന് സൈനികരുടെ പ്രൊഫൈൽ ഇവർ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശേഖരിച്ചിട്ട് വിവിധ രാജ്യങ്ങളിൽ കേസ് കൊടുക്കുകയാണ്, ഓരോരുത്തർക്കെതിരെയും കേസ് കൊടുക്കുകയാണ്, ഓരോ ഇൻഡിവിജ്വൽ സോൾജർക്കെതിരെ. വിവിധ രാജ്യങ്ങൾ മാത്രമല്ല, ICCയിൽ കേസ് കൊടുക്കുന്നു. അത് ഒരു ഹെർക്കൂലിയൻ പ്രക്രിയയാണത്. അങ്ങേയറ്റം വലിയൊരു ടാസ്ക്കാണ്, ഒരുപാട് മനുഷ്യാധ്വാനം ആവശ്യമുള്ളൊരു ടാസ്ക്കാണ്. ഓരോ പിക്ചറിനും ഗസയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള എല്ലാ വിഷ്വൽസിലെയും പട്ടാളക്കാരെ മാർക്ക് ചെയ്യുന്നു, നോട്ട് ചെയ്യുന്നു, അവരുടെ പ്രൊഫൈൽ സംഘടിപ്പിക്കുന്നു. എല്ലാവർക്കെതിരെയും വളരെ ഭദ്രമായുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ്. എവിടെയൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആർക്കും ഒരു ധാരണയില്ല. ഇപ്പോൾ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു IDF-കാരൻ, അയാൾ ഈ യുദ്ധം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ടൂർ അടിക്കാൻ പോയതാണ് ബ്രസീലിൽ. അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങേർക്കെതിരെ വാറണ്ട് കിടപ്പുന്നത് വെച്ചാൽ ഉടനെ ഇസ്രായേൽ ഫോറിൻ മിനിസ്ട്രിയുടെ സഹായത്തോടെ അർജൻറ്റീനയിലേക്ക് അയാൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ന്യൂസിലാൻഡ് കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കി, IDF-കാർ ഇവിടെ ലാൻഡ് ചെയ്യുന്ന, ടൂറിസ്റ്റുകളായിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ശ്രീലങ്കയിൽ കേസുണ്ട്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കേസ്. എവിടെയൊക്കെയാണ് കേസ് ഉള്ളത് എന്ന് ധാരണയില്ല. അപ്പോൾ IDF ഔദ്യോഗിക സർക്കുലർ ഇറക്കി. IDF ഗസ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ സ്റ്റാഫ് വിദേശയാത്ര നടത്തുമ്പോൾ ഇന്ന പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ട് അവർ ഇതാക്കി. അപ്പോൾ ഇങ്ങനെ നോക്കൂ, ഇത് സാധാരണഗതിയിൽ ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, ശക്തിയുണ്ട്, അമേരിക്കയുണ്ട്, ലോകമുണ്ട്, മാധ്യമങ്ങളുണ്ട്, ഞങ്ങളെന്തും ചെയ്യും, ഞങ്ങൾ ഡിവാസ്റ്റേറ്റ് ചെയ്യും, ഞങ്ങളെന്താണ് ഹ്യൂമൻലെസ് ഐലൻഡ് ആക്കി മാറ്റും, ഗസയെ നിശേഷം തുടച്ചിരിക്കുന്ന വീമ്പ് പറഞ്ഞൊരു രാജ്യമാണ്. അവിടുത്തെ പട്ടാളക്കാർക്ക് മാത്രമല്ല, രാഷ്ട്രത്തലവന് പോലും സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ പോവുകയാണ്. ലീഗൽ ആക്ടിവിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ദിയാബ് അബു ജഹജ ഈ കേസ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബ്രസീലിലെ കേസുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പം ഇവിടുത്തെ ഇസ്രായേലിലെ ഡയസ്പറ മിനിസ്റ്ററുണ്ട്, അയാളുടെ പേര് അവിത് ലക്ഷിക് എന്താണ് അങ്ങനെ പേര്. പുള്ളി ഒരു ട്വീറ്റ് ഇട്ടിരുന്നു എന്ന് വെച്ചാൽ ഈ ദിയാബ് അബു ജഹജ ലുക്ക് യുവർ പേജർ എന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ നീ പൊട്ടിത്തെറിക്കും എന്നാണ് പറയുന്ന അർത്ഥം. അപ്പോൾ ഈ അബു ജഹജ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാളൊരു ബെൽജിയം പൗരനാണ്. ബെൽജിയത്തിലെ കോടതിയിൽ ഇങ്ങേർക്കെതിരെ കേസ് കൊടുത്തു, ഈ ഡയസ്പറ മിനിസ്റ്റർക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വരുന്ന വാർത്ത വെച്ചാൽ യൂറോപ്യൻ പാർലമെൻറ്റ് ബ്രസൽസിലാണല്ലോ, അവിടെ ഇങ്ങേര് ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു ഈ മിനിസ്റ്റർ. ആ മിനിസ്റ്റർക്ക് യാത്ര റദ്ദാക്കേണ്ടി വന്നു. കാരണം ഈ കേസ് അവിടെ നിൽക്കുകയാണ്, വാറണ്ട് വരും, എന്ത് സംഭവിക്കും എന്ന്, ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞാൽ വെച്ചാൽ ലോകത്തെങ്ങുമുള്ള ജനാധിപത്യവാദികളെ സംബന്ധിച്ച്, ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല നേരത്തെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രവർത്തന മേഖല ഉണ്ടല്ലോ, അപ്പോൾ പലരും അവരവരുടെ രാജ്യങ്ങളിൽ പല നിലക്കുള്ള ലീഗൽ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. അതിനപ്പുറം ഈ പറയുന്ന ലോകത്ത് നിയമവാഴ്ച എന്ന് പറയുന്നത് ദേശാതിർത്തികളെയും ഭേദിച്ചുകൊണ്ട് നിയമവാഴ്ച നടപ്പിലാക്കുവാനും, ഈ പറയുന്ന ഹേഗ് ഗ്രൂപ്പിൻ്റെ സ്ലോഗനായിട്ട് പറയുന്നത് നോ വൺ ഈസ് എബവ് ലോ എന്ന് പറയുന്നുണ്ട്, നോ കൺട്രി ഈസ് എബവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ രാജ്യത്ത് ഞാനൊരു കുറ്റകൃത്യം ചെയ്താൽ എൻ്റെ രാജ്യം എന്നെ സംരക്ഷിക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പിടികൂടും എന്നൊരു സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഹേഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ ചേർന്നിട്ടാണ് രൂപീകരിച്ചതെങ്കിൽ ഈ ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുറേ ആക്ടിവിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്ക് ലോകത്തെങ്ങുമുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പിന്തുണയുണ്ട്, മികച്ച പിന്തുണ. അങ്ങനെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഫലസ്തീൻ പ്രതിരോധം എന്ന് പറയുന്നത് ഗസയിലെ ആ മനുഷ്യർ നടത്തിയിട്ടുള്ള അസാമാന്യമായിട്ടുള്ള, നമ്മുടെ ഭാവനയ്ക്ക് അതീതമായിട്ടുള്ള ആ ചെറുത്തുനിൽപ്പ് മാത്രമല്ല, മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തുള്ള ഈ പുരോഗമന ജനാധിപത്യ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലീഗൽ ആക്ടിവിസത്തിൻ്റെ കൂടെ ഒരു അവന്യൂ തുറക്കപ്പെട്ടിരിക്കുകയാണ്.